വെൽക്കം ഗൂഗിൾസ്. അങ്ങനെ ഞങ്ങൾ രാവിലെ മുതൽ തേരാപ്പാര നടന്നിട്ട് ഞങ്ങൾ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? അതെ, ഞങ്ങൾ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാൻ പോവാണ്. പറയാറിയില്ല. സോ ഇന്ന് നമ്മുടെ ഷെഫ് ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മു ആണ് നമ്മുടെ ഷെഫ്. പിടിച്ചോളൂ. നമ്മൾ ആദ്യം എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ആദ്യം തന്നെ പാസ്ത നമുക്ക് വേവിക്കണം. പാസ്ത എടുത്തോളൂ വന്നാണ്. അപ്പം നമുക്ക് ഈ പാസ്ത വേവിക്കാനുള്ള ബൗളല്ല, എന്തായിരുന്നു ഇനി പറയണേ? പാത്രം ഇവിടെ ഉണ്ട്. സോ ഇതിൻ്റെ അകത്ത് വെള്ളം നിറച്ച് ഇനി അമ്മു ഇത് വേവിക്കുന്നതായിരിക്കും. സോ അത് നമുക്ക് കാണാം. നമ്മൾ ആദ്യം തന്നെ വെള്ളം ഒഴിക്കാൻ പോവാണ്. മൊത്തം ഇത്ര വേണം. നമ്മള് ഉപ്പിടാൻ പോവാണ്. നമ്മളിനി അടുത്തതായിട്ട് ഉപ്പിടാം. സോൾട്ട്. ഇതിന്റെ അളവ് നിനക്കറിയോ? എന്തായാലും ഉപ്പിട്ടിരിക്കുന്നു. അടുത്തായി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? പാസ്ത ഇടണം. അതിനൊരു മര്യാദ ഇങ്ങനെ കൊടുത്തൂടെ? അയ്യോ, ഇത് ഓണാക്കിയില്ല. മതിയില്ലേ? എടത് വേവുമ്പോ ഇത് വലുതായി വരും. കോരി എടുക്കാൻ പറ്റുമോ? 13 മിനിറ്റ്. 13 മിനിറ്റ്. ഇതിനി 13 മിനിറ്റ് ബേക്ക് ചെയ്യണം. ബേക്കല്ലല്ലോ, തിളയ്ക്കണം. വന്നതിന് ശേഷം ഇതിന്റെ പരിവ് ഞാൻ കാണിച്ചിരാവേ. അതിനി തിളയ്ക്കാൻ 15 മിനിറ്റ് 13 മിനിറ്റ് കണ്ടുണ്ട്. സോ ആ സമയം കൊണ്ട് നമുക്ക് ഈ വെളുത്തുള്ളി തൊണ്ടുപൊളിക്കാം. വെളുത്തുള്ളിനേക്കാളും വലിയ ഒരിത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. എല്ലാവരും ഹൈപ്പൊക്കെ ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഷോർട്സ് കണ്ടപ്പോഴും പറഞ്ഞു ആൾക്കാർ നല്ലായിരുന്നു എന്ന്. ഇതുപോലത്തെ വീഡിയോസ് ഇനി ഇഷ്ടമാണെന്ന് ആൾക്കാർ പറഞ്ഞു. സോ നമ്മൾ ഇനി ഇതുപോലത്തെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഈ വെളുത്തുള്ളിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളി തൊണ്ടുപൊളിക്കാൻ പാടാണ്. വെളുത്തുള്ളിയും ഞാനും തമ്മിൽ നല്ല ടൈംസിലല്ല. ഈ വെളുത്തുള്ളി എന്തിനാണ് ഇതിൻ്റെ അകത്ത് ഇടണേന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇന്നേ വരെ പാസ്തയ്ക്കകത്തുനിന്ന് വെളുത്തുള്ളി ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. ബട്ട് ഷെഫ് പറഞ്ഞ വേറെ ഒബ്ജക്ഷൻ ഇല്ല. അമ്മു പറഞ്ഞ വേറെ ഒബ്ജക്ഷൻ ഇല്ല. ഷെഫ് പറഞ്ഞു വെളുത്തുള്ളി ഇടണമെന്ന്. അതുകൊണ്ട് നമ്മൾ വെളുത്തുള്ളി ഇടണം. ഷെഫാണ് ഇവിടുത്തെ മെയിൻ. അങ്ങനെ നമ്മൾ വെളുത്തുള്ളി കൊണ്ടുവിളിക്കുന്നു. അപ്പത്തേനും നിങ്ങൾ അവിടെ കണ്ടുപിടിച്ചിട്ടോ അവിടെ പോയി കണ്ടിട്ടോ. അപ്പൊ ഗൈസ്, നമ്മുടെ പാസ്ത ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. കുക്കായിട്ടില്ല, ഇപ്പോഴാണ് തിളച്ചത്. പിന്നെ അവൻ അവിടെ ഇരുന്ന് നമ്മുടെ വെളുത്തുള്ളി അരിയുന്നുണ്ട്. ഞാൻ എവിടെ പരിപാടി വെച്ചാലും ഇതുപോലെ തന്നെയാണ്. കറണ്ട് പോയി ഇൻഡക്ഷൻ കുക്കർ വർക്ക് ആവില്ല. ഗ്യാസിൽ ഞാൻ ആ സാധനം വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരാള് എന്തായിരുന്നു ഈ സാധനത്തിന് പറയുക, വെളുത്തുള്ളി ഇരുന്ന് ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി കറണ്ട് പോയാലും ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കറണ്ട് വന്നാൽ നമ്മൾ ബാക്കി വീഡിയോ എടുക്കുന്നതായിരിക്കും. ഓക്കെ, കറണ്ട് വന്നിട്ട് ഇനി കാണാം. വന്നില്ലെങ്കിൽ കാണില്ല. ഇനി അത്രേ ഉള്ളൂ. നമ്മുടെ പാസ്ത അവിടെ ഇരുന്ന് വേവുണ്ട്. അപ്പൊ നമുക്ക് ആ ടൈമിൽ കൊണ്ട് ഇതിന്റെ സോസ് റെഡി ആക്കി എടുക്കാം. പഴയ നമ്മൾ ഇത്തിരി ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് ഓൾറെഡി നമ്മൾ ബട്ടർ ഇടുന്നുണ്ട്. ബട്ടർ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയില് ഇടുന്നത്. ഞാനും ഓർക്കണേ. ഇത്രയും വേണോ? എന്താ കാട്ടണേ? ഈ പാസ്ത ഉണ്ടാക്കി തിന്നണ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സാധനം ആ മൈക്ക് കൂടുക. ഈ സാധനം ഇങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഒന്നും എടുക്കാതെയാണ് ഇങ്ങോട്ട് പറഞ്ഞേ. മാറട്ടോ. ഈ ടൈമും കൊണ്ട് നമുക്ക് ഇതിലോട്ട് നമ്മൾ അടുത്തായിട്ട് ഇതിനകത്തേക്ക് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഗാർലിക് ഇടാൻ പോവുകയാണ്. ഈ സാധനം ഇടുമ്പം ലോ ഫ്ലെയിമിലിടാൻ നോക്കാം. ബട്ടർ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ വൃത്തിയായിട്ട് ടേസ്റ്റ് ആയിരിക്കും. സോ മാക്സിമം ലോ ഫ്ലെയിമിലിട്ട് ഈ വെളുത്തുള്ളിയുടെ കളർ ഒന്ന് ഫീഡ് ആവണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിന്റെ ഇടയിൽ കൂടെ ഒരു സാധനം കൂടി ഇടുന്നുണ്ട്, ചില്ലി ഫ്ലേക്സ്.
അത് നിങ്ങൾക്ക് വീട്ടിൽ ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്തിട്ട്, അതായത് വറ്റൽമുളക് ഗ്രൈൻഡ് ചെയ്തിട്ടാണെങ്കിലും ഉപയോഗിക്കാം. ഒരുപാട് ഇടണ്ട, കുറച്ചിട്ടാൽ മതി. അത്രയും ഇട്ടാൽ മതി. ഇതിനെന്തായാലും എരിവ് അറിയത്തില്ല നമ്മള്. ഇതൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു നൂഡിൽസാണ്. ഒരുപാട് ഇണ്ട, ചില്ലി ഫ്ലേക്സ് കുറച്ചിട്ടാൽ മതി. കാരണം ചില്ലി ഫ്ലേക്സ് കുറച്ചിട്ടാലും ഇത് എരിവുള്ള ആവശ്യമുള്ള സാധനമല്ല. നമ്മള് ഒരു എന്തായിരുന്നു അതിന്റെ പേരെന്നായിരുന്നു? വൈറ്റ് സോസ് പാസ്ത. വൈറ്റ് സോസ് പാസ്ത. നമുക്ക് ഒരുപാട് ഡെക്കറേഷൻ വേണ്ട, വൈറ്റ് സോസ് പാസ്ത അത്രേ ഉള്ളൂ. അപ്പൊ ഇതിന് എന്തൊരു ടൈം എടുക്കും? ഇതിപ്പോ തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇതിന് കളറ് മാറിയ ശേഷമാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയന്റ് ഇടുള്ളൂ. ഓക്കെ അല്ലേ? ഇനി ഒരു ഇൻഗ്രീഡിയന്റും കൂടി മതി. ഒരു ഇൻഗ്രീഡിയന്റ് കൂടെ ഉള്ളു, അതായത് അത്രേ ഉള്ളൂ. അത് പക്ഷെ ഇതാവട്ടെ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, 2 ഇൻഗ്രീഡിയന്റ്. സോറി, പാസ്തയും കൂടി കൂട്ടിയിരിക്കില്ലേ? ചീസ് ലാസ്റ്റ് ഇട്ടാ. ഇനി അപ്പൊ ഇത് സെറ്റ് ആയതിനു ശേഷം ഈ ടൈമില് നിങ്ങൾക്ക് എന്തെങ്കിലും വെജിറ്റബിൾസ് എന്തെങ്കിലും ഇടണമെങ്കിൽ ഇടാം. ചിക്കൻ നമുക്ക് ലാസ്റ്റ് ഇട്ടാലും മതി. വെജിറ്റബിൾസ് ഈ ഒരു ടൈമില് സോഫ്റ്റ് ആയിട്ട് ഇടാം, ബ്രോക്കോളി ഇടാം, ക്യാപ്സിക്കം ഇടാം, മഷ്റൂം ഇടാം. ഇഷ്ടമുള്ള എന്തും ഇടാം. എന്താണ് അമ്മോ ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ക്യാമറ നോക്കി പറയും. ഉണ്ടാരേ പോയിക്കോളാം. അതെന്തേ. അപ്പൊ ഗൈസ്, നമ്മുടെ ഗാർലിക് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടാണോ? അതെ. ഇങ്ങനെടാ, കുഴപ്പമില്ല, മൊത്തം ഒഴിക്കണ്ട. ഇതിനകത്ത് വെള്ളം അവരെ ആഡ് ചെയ്യും. മതി മതി മതി. ഫ്രഷ് ക്രീം ആഡ് ചെയ്തു. അടി പിടിക്കണ്ട്. വെള്ളം ഒഴിക്കണം. നമുക്ക് ഇനി പാസ്തയുടെ നമുക്ക് വെള്ളം ഒഴിച്ചാൽ പാസ്തയുടെ വെള്ളം ആയാലും കുഴപ്പമില്ല. നമുക്ക് ഇനി ഇതിന്റെ അകത്ത് പാസ്തയുടെ വെള്ളമോ അല്ലെങ്കിൽ നോർമൽ വെള്ളം, പാസ്തയുടെ വെള്ളം ഒഴിക്കണായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഈ സാധനം തിന്നാൻ കൊള്ളില്ലെങ്കിലും കാണാൻ നല്ല രസം ഉണ്ടാവും. കാണാൻ ഞാൻ ഡെക്കറേറ്റ് ചെയ്തിരിക്കും. അത്രേ ഉള്ളൂ. അല്ലേ അമ്മോ? അതെ. പാസ്തയുടെ വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ പാസ്ത ഇനി ആഡ് ചെയ്യാം. സോ ഗൈസ്, ഷെഫ് അമ്മു മാറി, ഇനി ഷെഫ് അമ്പാടിയാണ്. ഇത് ഇനി നല്ല രീതിയിൽ ഇളക്കണം. മറ്റേ കടുകോറ. എന്റെ വായില് ഇതിന്റെ പേരെന്നാമോ വായി കിടക്കണേ? മൽബറി അല്ല, ഞാവൽപ്പഴം. കടുകോറ. ഇതിന്റെ അത് ഇനി ചീസ് ആഡ് ചെയ്യണം. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഫ്രഷ് ക്രീം ഇടാന്ന്. പിന്നെ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് എത്രത്തോളം ഇടണം അത്രത്തോളം കാണാൻ ലുക്കും ഉണ്ടാവും, ടേസ്റ്റും ഉണ്ടാവും. പിന്നെ ലുക്കാണ് നമുക്ക് മെയിൻ. ടേസ്റ്റ് ഇല്ലെങ്കിൽ ലുക്ക് എനിക്ക് കാണാം. എനിക്ക് ഫോട്ടോ എടുക്കണം. സോ ഇനി ബാക്കി ഷെഫ് അമ്മ പറയും, ഞാൻ ചുമ്മാ ഒന്ന് കയറിയെന്നുള്ളേ. യെസ്, അങ്ങനെ നമ്മുടെ പാസ്ത ഒരുവിധം അല്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ലുക്ക് നല്ല അടിപൊളിയായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റേറ്റ് ചെയ്യണം. നമ്മള് നല്ല ചീസി ആയിട്ടും നല്ല എല്ലാ രീതിയിലും ഒരു നല്ലൊരു സാധനമായിട്ട് കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റ് എങ്ങനെയായിരിക്കും നമുക്കൊരു പിടിയില്ല. എങ്ങനെയായിരിക്കും ടേസ്റ്റ് ആരാന്നോ അങ്ങനെ ഒരു മറ്റുള്ള. സോ നമുക്ക് ഇത് ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്കിനി റേറ്റ് ചെയ്യാം. ഇനി നമ്മൾ ബൗളിലേക്കൊക്കെ ആക്കി കുറച്ച് ഗാർണിഷ് ഒക്കെ ചെയ്ത് നമുക്കിനി തിന്നാം. ഓക്കെ, നമുക്കിനി റേറ്റ് ചെയ്യാം. ഇനി നമുക്ക് റേറ്റിംഗ് പരിപാടിയാണ്. റേറ്റ് ചെയ്യോ? അവള് റേറ്റ് ചെയ്യില്ല, ഞാൻ റേറ്റ് ചെയ്യും. കാരണം അവളെ ഉണ്ടാക്കിയ സാധനം അവള് 10 കൊടുക്കേ. അതുകൊണ്ട് സോ ഗൈസ്, അങ്ങനെ നമ്മുടെ പാസ്ത ഉണ്ടാക്കി കഴിയുന്നുണ്ട്. നമ്മുടെ ഷെഫ് അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. സോ നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. പുറത്ത് നല്ല മഴയുണ്ട്. ടേസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഹോണസ്റ്റ് റിവ്യൂ പറയുന്നതായിരിക്കും. ഒരെണ്ണം എടുക്കാം. എന്നിട്ട് ഗാർലിക്കിന്റെ ടേസ്റ്റ് കുറച്ച് ഹൈ ആയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഉപ്പ് ഇടാൻ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് മറന്നായിരുന്നേ. ഉപ്പ് ഇടാൻ മറന്നായിരുന്നു. ഗാർലിക്കിന്റെ സാധനം കുറച്ച് ഹൈ ആയിട്ടൊക്കെ, ബാക്കി ഒരു പ്രശ്നമില്ല. എന്തിന്റെ ടേസ്റ്റ്? പുതിയ ടേസ്റ്റ്. പാസ്ത ഞങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇതൊരു പുതിയ ടേസ്റ്റാണ്. ഫ്രഷ് ക്രീമിന്റെ ടേസ്റ്റ് ആണ് ഫുള്ളിനകത്ത്. കൊള്ളാം, നൈസായിട്ടുണ്ട്. എന്താണ് നിനക്ക് പറയാനുള്ളത്? വായിൽ സാധനമായിരിക്കും അല്ലേ? അവൾ ഉണ്ടാക്കിയ സാധനങ്ങളുടെ അടിപൊളി. റേറ്റ് ചെയ്യ, എത്ര റേറ്റ് ചെയ്യും? 10? ഞാൻ ഒരു 7 കൊടുക്കുള്ളൂ. കാരണം ഞാൻ ഇത് കഴിച്ചിട്ടുണ്ട്. സോ എനിക്കിന്റെ ടേസ്റ്റ് നല്ലോണം അറിയാം. സോ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.